ശ്രീ രഘുനാഥ് നായർ, യുദ്ധത്തിന്റെ ഏത് സാഹചര്യത്തിലാണ് ആദ്യം മുതൽ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രഖ്യാപിച്ച ആക്രമണം അത് ഒരു ഘട്ടത്തിൽ വേണ്ട എന്ന് വെക്കുന്നു, ആ രാജ്യങ്ങളോട് ഞങ്ങൾ ക്ഷമാപണം നടത്തുന്നു എന്ന് യുദ്ധമുഖത്തുള്ളൊരു രാഷ്ട്രം പറയുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും? അതൊരു കീഴടങ്ങലാണോ, തന്ത്രപരമായ നീക്കമാകും? അത് എന്റെ അഭിപ്രായത്തിൽ വളരെ ശക്തമായ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. അതിന്റെ കാരണം, സാധാരണഗതിയിൽ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഫോളോ ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാം, ആദ്യം നടത്തുന്നത് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കാണ്. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെയും, അതായത് ഒരു അറ്റാക്ക്, ഇങ്ങോട്ട് ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്. അപ്പൊ ഇത് ഒരു കൺവെൻഷണൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇറാന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ ശക്തമായ സൈനിക താവളങ്ങളുണ്ട്, ശക്തമായ പ്രസൻസ് ഉണ്ട്. അപ്പം വളഞ്ഞ് നാല് ചുറ്റൊന്നും ഇറാനെ അമേരിക്ക ഒന്നിച്ച് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എല്ലാ താവളങ്ങളിൽ നിന്നും ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു പോസിബിലിറ്റിയെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ആദ്യമേ തന്നെ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയതാണ്. എവിടെ നിന്നൊക്കെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ ആ രാജ്യങ്ങളിലേക്കെല്ലാം കുറെ മിസൈൽ അങ്ങോട്ട് വിട്ടിട്ട്, അല്ലെങ്കിൽ കുറെ ഡ്രോണുകൾ വിട്ടിട്ട് ആ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ രാജ്യങ്ങൾ തന്നെ അമേരിക്കയോട് പറയണ ഇനിയിപ്പം ലേലുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അറ്റാക്ക് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസിബിലിറ്റി ഇറാൻ ബ്ലോക്ക് ഔട്ട് ചെയ്തതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പൊ സംഭവിച്ചത് തന്നെയാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കുറെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ട്രേഡ് അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഭയങ്കര ഭീമമായ നഷ്ടമാണ് സാമ്പത്തികമായിട്ടും. അപ്പം ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഏറ്റവും ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളാണ്. നമ്മൾ ഇതിനു മുമ്പ് 2008 കണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഒരു ആക്രമണത്തിലുള്ള പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യുക, അതായിരുന്നു അവർ ആദ്യത്തെ സ്ട്രാറ്റജി. അപ്പൊ അത് അവർ അച്ചീവ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു, നമ്മളെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, ഞാൻ നിങ്ങളെ ആക്രമിച്ചത് തെറ്റായിപ്പോയി, ഇനി ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു മോട്ടിവേഷൻ കൂടെയാണത്, ഒരു ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ്. അങ്ങനെ തന്ത്രപരമായ ഒരു സ്ട്രാറ്റജി തന്നെയാണെന്നാണ് എന്റെ ശക്തമായ തന്ത്രപരമായ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ശ്രീ രഘുനാഥ് നായർ, അതിനകത്ത് ചില ക്ലാരിറ്റി കുറവുകൾ കൂടിയുണ്ടോ? കാരണം ഇത് ഇങ്ങനെ ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇറാൻ പറയുന്നത്, ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്തില്ല എന്ന് പറയുന്നു. ഞങ്ങൾക്കെതിരായ ആക്രമണം ഉണ്ടാകുന്നില്ല എങ്കിൽ അതുവരെ ആക്രമണം ഉണ്ടാകില്ല എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. അത് തന്നെ അവിടുത്തെ സൈനിക വൃത്തങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, സൈനിക വക്താവ് വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു രീതിയിലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആക്രമിക്കാത്തിടത്തോളം കാലം മാത്രമായിരിക്കും ആ ഒരു പരിഗണന ലഭിക്കുക എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തതയില്ലാതെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു ചെറിയ തന്ത്രം പ്രയോഗിച്ചു എന്ന് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതിയോ? അല്ല, ഇത് വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണ്. അതായത് നിങ്ങൾ എന്നെ ചൊറിയാത്തടത്തോളം കാലം ഞാൻ നിങ്ങളെ ചൊറിയില്ല. വളരെ സിമ്പിൾ. ഞാനിപ്പോ ചൊറിഞ്ഞു, കാരണം അതിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ആക്രമിച്ചു. ഇനി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഞാൻ ആക്രമിക്കുന്നില്ല. നമ്മൾ അയൽ രാജ്യങ്ങളാണ്, ഇത് രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ്, നമ്മൾ അയൽ രാജ്യങ്ങളെ, നമുക്ക് സമാധാനമായിട്ട് കഴിയണം. ഇനി ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല, പക്ഷേ നിങ്ങൾ എന്നെ ആക്രമിക്കരുത്. അപ്പൊ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എന്നുള്ള വളരെ വ്യക്തമായ കൃത്യമായ ഒരു മെസ്സേജ് അല്ലേ കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വേറെ ഒരു വാർത്തകളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഇപ്പൊ മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ യുദ്ധമുഖത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പരമാവധി ഈ പ്രൊപ്പഗണ്ടയാണ്. അതേ സമയത്ത് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു, അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പുറത്തേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഡിഫെൻസീവിൽ ആകുന്നു എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടുതൽ ഒഫൻസീവ് ആകുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ബേസിക്കലി പ്രൊപ്പഗണ്ട ധാരാളമായിട്ടുണ്ട്. അത് രണ്ട് ഭാഗവും അങ്ങേയറ്റം പ്രൊപ്പഗണ്ട അഴിച്ചുവിടും. പറയുന്നതിൽ നമ്മളൊരു 50% എടുത്താൽ മതി. ഈ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റും, നിങ്ങളെ ആക്രമിക്കില്ല എന്ന് പറയുന്നത്, നമ്മൾ വി കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എന്തെങ്കിലും കാരണവശാൽ ഇവിടുന്ന് ഒരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും അവിടത്തേക്കും ആക്രമണം നടത്തും. അത് വളരെ വ്യക്തമായ ഒരു മെസ്സേജ് ആണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി. An Iranian armed force spokesperson seemed to be qualify its meaning heavily by saying strikes against the US and Israel assets will continue so far. We have targeted every base that was the origin of aggression against Iran and we remain committed to
this matter. Countries that have not provided space and facilities to the United States and the Zionist regime have not been our target so far and will not be targeted in the future. അതായത് ബേസ് ഇല്ലാത്ത രാഷ്ട്രങ്ങൾ എന്ന നിലയിലാണ് സൈന്യം ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ഇറാനിനുള്ളിൽ തന്നെ ഈ ആക്രമണങ്ങൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തയെ, പെഷസ്കിയാന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്. ഇവിടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഞങ്ങൾ വായിച്ച സ്റ്റേറ്റ്മെന്റ് പോലും വളരെ ക്ലിയർ ആണല്ലോ. ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള അല്ലെ അമേരിക്കയുടെ ബേസുള്ള രാജ്യങ്ങളെയാണ് ഞങ്ങളെ ആക്രമിച്ചത്. അതൊരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആയിരുന്നു എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട്. അതേസമയത്ത് ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയില്ലാത്ത അമേരിക്കയുടെ ബേസ് ഇല്ലാത്ത രാജ്യങ്ങളെ ഞങ്ങൾ തൊട്ടിട്ടില്ല, ഇനി തൊടുന്നുമില്ല എന്ന് അത് വളരെ ക്ലിയർ ആണെന്നുള്ളതാണ്. ശരി, ക്ലിയർ മെസ്സേജ് ആണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്ന സംശയം ഇപ്പോഴും തുടരുകയാണ്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് തോന്നിയ ഒരു ചുരുക്കം നിമിഷങ്ങളിൽ, ഈ 8 ദിവസത്തിനിടയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പെഷസ്കിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഗൾഫ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല, ഞങ്ങൾ ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു എന്ന ഒരു പ്രസ്താവന. അതായത് 8ാം ദിവസം ഈ യുദ്ധത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അയവ് വരുമോ എന്ന് തോന്നിയ സാഹചര്യം. അവിടെ അങ്ങേയറ്റത്തെ പരിഹാസമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മിഡിൽ ഈസ്റ്റിലെ ലൂസറായി മാറി ഇറാൻ എന്ന് പരിഹസിച്ചുകൊണ്ട് അവിടെ ഇന്നത്തെ ദിവസം നിർണായകമാണ്, ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഇറാനെ നിർണയിക്കും എന്ന ഭീഷണി ട്രംപ് മുഴക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തരത്തിലും ഒരു സമാധാനത്തിലേക്കും കാര്യങ്ങൾ എത്തരുത് എന്ന വാശിയാണോ ട്രംപിന്? റണിക, സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ഒരേ സമയത്താണെങ്കിലും നമ്മൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഡിഫറെന്റ് ടൈമിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാലത്ത് എണീറ്റ് വരും, നിങ്ങൾക്ക് സൂര്യ അസ്തമയത്തിലേക്ക് പോവുകയാണ്, റൈറ്റ്? എന്ന് പറഞ്ഞു പോണക്ക് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാന്റെ കയ്യിൽ ചില മാർഗങ്ങൾ അല്ലെ ചില സ്ട്രാറ്റജി ചില തന്ത്രങ്ങളുണ്ട്. അതിനെ എങ്ങനെ ഔട്ട് ബീറ്റ് ചെയ്യാമെന്നാണ് അമേരിക്കയും ഇസ്രായേലും നോക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 8 ദിവസം കഴിയുമ്പോൾ ഏകദേശം 1400-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിനകത്ത് 99% അല്ലെങ്കിൽ 98% ഇറാനിൽ നിന്നാണ്. ഹെവി ബോംബാർഡ്മെന്റ് ചെയ്ത് ഇറാനെ നിഷ്പ്രഭമാക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ പോയി. ഇന്ന് കാലത്ത് നമ്മൾ ഇവിടെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൈകുന്നേരം കേൾക്കുന്നത് ഇറാന് ഇൻഡയറക്ട്ലി ഒരു ക്ഷമാപണം അയൽ രാജ്യങ്ങളോട് ചെയ്യുകയും നമ്മൾ സുന്നി ഷിയ എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ലാതെ അത് പറയാതെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, അമേരിക്കയും ഇസ്രായേലും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്, അപ്പൊ അതുകൊണ്ട് അത് വേറെ ഒരു കാര്യമാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഹ്വാനം ചെയ്യുകയും, എന്നാൽ അതിന് മറുപടിയായിട്ട് അമേരിക്കയും ഇസ്രായേലും എന്താണ് പറയുന്നത്? അതിശക്തമായ ഇതുവരെ കാണാത്ത അടുത്ത സ്ട്രൈക്ക് വേവ് ഓഫ് ക്യാമ്പയിന് ഒഫൻസീവായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആളുകൂടിയാണ്. അപ്പം എതിരാളി വീക്ക് ആണെന്ന് കാണുവാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടെ ഇറുക്കി പിടിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പം ഇറാൻ വീക്ക് ആയതിന്റെ ഒരു ലക്ഷണമാണ് അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതേസമയം എന്തുകൊണ്ട് ഇറാൻ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് സഹപാനലിസ്റ്റ് പറഞ്ഞു പോണെങ്കിൽ തന്നെ അവിടെ ഒരു റീജിയണൽ കോയിലേഷൻ ഉണ്ടാക്കുകയും പലപ്പോഴും ആ ഒരു സെന്റൻസ് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിശകലനം ചെയ്യുമ്പോഴും അമേരിക്കയിലും യൂറോപ്പിൽ ഇരുന്ന് വിശകലനം ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ പറയും, നോക്കിയേ സൗദി, ഖത്തർ, അവിടെയുള്ള സ്ഥലങ്ങൾ, ദുബായ് ഒക്കെ നോക്കിക്കേ, അവിടെയൊക്കെ അയൽ രാജ്യങ്ങളിൽ ഇറാനിലും അല്ലെങ്കിൽ ഇറാഖിലും അല്ലെങ്കിൽ ലിബിയയിലും സിറിയയിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പം എന്തുകൊണ്ട് അവർ അങ്ങോട്ട് കയറ്റണില്ല? ഇവരെല്ലാം എക്സ്പോർട്ട് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് വിടുന്നത്, അമേരിക്കയിലേക്ക് വിടുന്നത്. സോ ദേ ആർ എക്സ്പോർട്ടിംഗ് ദ പ്രോബ്ലം എന്നൊരു കമന്റ് പറയുമായിരുന്നു, റൈറ്റ്? അപ്പൊ അതിനൊരു മറുപടി ആയിട്ട് ആ 12 രാജ്യങ്ങൾക്കും ഒരു മെസ്സേജ് കൂടെയാണ്, അയൽക്കത്തെ പ്രശ്നം അയൽക്കത്തെ മാത്രമായിരിക്കത്തില്ല, അവർക്കൂടെ ആയിരിക്കും ഒരു പ്രോബ്ലം എന്നുള്ളൊരു ഉദാഹരണമായിരുന്നു. കാരണം ഇതുവരെ ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കംപ്ലീറ്റ് കണ്ണടച്ചുകൊണ്ടുള്ള ഒരു അവരുടെ ഒരു ബോർഡർ വെച്ചിട്ട് ആ ബോർഡർ വളരെ സെക്യൂർ ആണ്, സേഫ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അയൽക്കത്തേക്ക് ഇടപെടാതെ, ഡയറക്റ്റ് ആയിട്ട് ഇടപെടാതെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. മേ ബി അതിന് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഇനി മൂവിംഗ് ഫോർവേഡ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, വേൾഡ് കംപ്ലീറ്റ്ലി ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നതിന് പകരം എല്ലാവരും പറയാനായിരിക്കുന്നത് ഞാൻ, എന്റെ രാജ്യം, എന്റെ ലോകം എന്ന് മാത്രമാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് യൂറോപ്പ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ആ സ്ട്രാറ്റജികൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.